ായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് കറിവേപ്പില, വറ്റൽമുളക്, ഇഞ്ചി, പച്ചമുളക്, പൊടിച്ച കടുക്, അതുപോലെ തന്നെ വെളുത്തുള്ളി, കുറച്ച് കായപ്പൊടിയും അതിനുശേഷം കുറച്ച് ഉലുവാപ്പൊടി അല്ലെങ്കിൽ ഉലുവ വറുത്തെടുത്താലും നല്ലതായിരിക്കും. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാത്രം മൺചട്ടി. അതുകൊണ്ട് ഞാൻ എല്ലാ അച്ചാറുകളും മൺചട്ടിയിലാണ് ഉണ്ടാക്കുക. അതുകൊണ്ട് തന്നെ കുറച്ച് താമസം കടുകൊക്കെ പൊട്ടാൻ വരുമെങ്കിലും കുറച്ച് വെയിറ്റ് ചെയ്താൽ മതി. കടുക് പൊട്ടി വരുന്ന സമയത്ത് അല്പം ഉലുവ കൂടി അതിൻ്റെ കൂടെ ഇട്ട് വറക്കാം. കടുക്, വറ്റൽമുളക്, പച്ചമുളക്, ഇഞ്ചി എല്ലാം ഒരുമിച്ച് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ അല്പം കറിവേപ്പില കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് നേരം വഴറ്റിയെടുക്കാം. ഇത് നല്ല സ്മെല്ല് വരുന്ന സമയത്ത് തീ കുറച്ച് ലോ ഫ്ലെയിമിലാണ് ഇടുന്നത്. ഇതിലേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയുമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ലോ ഫ്ലെയിമിലിട്ട് പൊടിയുടെ പച്ചപ്പ് മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. 1 സ്പൂൺ വിനാഗിരി കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കായപ്പൊടിയും ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി, ഞാൻ അധികം മാങ്ങ വേവിക്കില്ല, ഒന്ന് ഇളക്കി ജസ്റ്റ് ഒന്ന് ചൂടായതിന് ശേഷം ഇത് വാങ്ങി തണുക്കാൻ വെച്ചതിന് ശേഷം നമുക്ക് നല്ലൊരു കണ്ടെയ്നറിലേക്ക് നല്ല ടേസ്റ്റി മാങ്ങാച്ചാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ.